ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറഫാറൂഖ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഹോം ടൂറിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ സ്പൈറൽ സ്റ്റെയർ, ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പ്ലോട്ട് വരുന്നത് 7.5 സെൻറ്റിലാണ്. 7 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. ത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കിണറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സാധാരണ വട്ടമൊക്കെ ഈ കിണറിനുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ പടുത്തിട്ട് ചെറുതാക്കി കൊണ്ടുവന്നതാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. മലപ്പുറം പടപ്പറമ്പ് ചന്തപ്പറമ്പാണ് ഈ വീട് വരുന്നത്. സൈനുദ്ദീൻ ആൻഡ് ഖൈറുദ്ദയുടെ മനോഹരമായ വീടാണിത്. അപ്പം ഈ വീടിൻ്റെ ഡിസൈനർ എന്ന് പറയുന്നത് പേരയിൽ ബിൽഡേഴ്സാണ്. പേരയിൽ ഷിഹാബാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചില ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ 2 വാളിലായിട്ട് 2 സൈഡ് പില്ലറിലായിട്ടും നല്ല ഒരു അടിപൊളി ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഷേപ്പിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ വർക്ക് നോക്കുകയാണെങ്കിൽ മാർബിളാണ് ഇവിടെ ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലാബ് ആണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റും. തേക്ക് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കിടക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൽ ഷേപ്പിൽ സോഫ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കളർ ടോൺ വരുന്നത്. സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ട് ആ വിൻഡോസിനൊക്കെ തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് മൈക്കിലാണ് ഈ ഒരു ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാള്, ലിവിംഗ് ഏരിയ ഉള്ള പാർട്ടീഷനും ചെയ്തിട്ടുള്ളത് മൈക്ക് ആൻഡ് മൾട്ടിവുഡിലാണ്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിൽ, ഈ വീടിൻ്റെ പ്ലാനിൽ ഇത് ഒരു റൂമായിരുന്നു. പിന്നീട് അതിനെ ലിവിംഗ് റൂമാക്കിയിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാളിലാണെങ്കിൽ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഓപ്പോസിറ്റിലാണ് താഴെ വരുന്ന മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വാളിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഈ ഒരു വാളിൽ പെയിൻറ്റിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ഇതാ ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഇവിടെ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടഫൻ ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വാളിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അക്വാറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്വാറിയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അപ്പുറത്ത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് വരുന്നത്. ആ വാഷിംഗ് ഏരിയയിലേക്കുള്ള ഒരു ഒരു സെപ്പറേഷനാണ് ഇത്. അത് നല്ലൊരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു വാഷിംഗ് ഏരിയയിലേക്കുള്ള ആ ഒരു ടച്ച് ഇല്ലാതെ ഇരിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ
അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ വുഡൻ ഡിസൈൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മിററും അതുപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടേബിളിൻ്റെ സൈഡിൽ മറ്റൊരു വാളിലായിട്ട് ഒരു ഡെക്കോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വുഡൻ ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ടേബിളിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വരുമ്പം അവിടെ വരുന്ന സ്റ്റെയറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് സ്റ്റോറിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പാകത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് കിടക്കാം. കിച്ചൺ ഡോറ് വുഡൻ ഡിസൈനാണ് വിത്ത് സെൻട്രലായിട്ടൊരു ഫ്രോസൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സോ കിച്ചണിലേക്ക് വരുമ്പോഴും ഈ ഒരു വൈറ്റ് ആൻഡ് വുഡൻ തീം തന്നെയാണ് ഇവിടെയും കാണുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കബോർഡ്സുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ കിച്ചൺ വാള് വൈറ്റ് ടൈൽ വിത്ത് എപ്പോക്സിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വിറകടുപ്പ് ചിമ്മിയോട് കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അവിടെ ഒരു ഗ്രില്ലും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്ലൈഡിങ് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഗ്യാസ് സ്റ്റൗ ആൻഡ് ഇലക്ട്രിക് ചിമ്നി, അതിന് താഴെയായിട്ട് തന്നെ ഓവനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിളിൻ്റെ ചെയർ അറേഞ്ച്മെൻറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് ഒന്നും പോവാതെ നല്ലൊരു ഡിസൈനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിലായിട്ട് വുഡൻ സീലിംഗും കൂടെ നല്ലൊരു ഹാങ്ങിങ് ലാമ്പും സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിറക് സെറ്റിങ്സ്, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പൈറൽ സ്റ്റെയർ ഈ കാണുന്നതാണ്. ഇത് വരുന്നത് അപ്സ്റ്റെയറിലാണ്. ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. അതിൽ പെയിന്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വരുന്നത് ഈ അപ്സ്റ്റെയറിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ടെറസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലാബുകളൊക്കെ ഗ്രാനൈറ്റ് പീസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമ്മളിതാ ഈ സ്പൈറൽ സ്റ്റെയറിലൂടെ മുകളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടുത്തെ ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ടെറസിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണത്. അതിനെ മാക്സിമം യൂസ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതിലൊരു ജിംനേഷ്യൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് എല്ലാം സ്ലൈഡിങ് ഡോറുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ എയർ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. ചൂട് എന്നുള്ളൊരു വിഷയം ഉണ്ടാവില്ല. മൊത്തമായിട്ട് എയർ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. പിന്നെ പുറത്ത് നല്ല അടിപൊളി കാഴ്ച കണ്ടുകൊണ്ട് നമുക്കിവിടെ അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ടോപ്പ് ടെറസ് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. അപ്പം മിനിയൂട്ടിക്കൊക്കെ പോയി ഇനി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. സോ ഫസ്റ്റിൽ ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ചവിട്ടാനൊരു ചെറിയ പരിഭ്രാന്തി താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഫീല്.
അപ്സ്റ്റെയറിൽ നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു ഹാളിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വിത്ത് പർഗോളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഒരു പാസേജ് കടന്നിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുന്നത്. ഇവിടെ ഒരു ക്യൂൺ സൈസ് ബെഡ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ടും 4 കള്ളിയിൽ വരുന്ന വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വുഡൻ ഡിസൈനിൽ വരുന്ന വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാസേജിലായിട്ടാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഹാളിൻ്റെ മറ്റൊരു വശത്ത് ഇനി കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റഡി റൂമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കംപ്ലീറ്റ് ഒരു കൗണ്ടർ പോലെയാണ് ഇവിടെ ഡെസ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു സൈഡിൽ ഷെൽഫ് വേണമെങ്കിൽ നമുക്കിത് റൂം എന്നുള്ള പർപ്പസിലും മാറ്റാം. ഒരു കിഡ്സ് റൂമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. 2 സിംഗിൾ ബെഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വോള് നേരത്തെ എല്ലാ റൂമിലും ചെയ്തിരിക്കുന്ന പോലെ ആ ഒരു പെയിൻറ്റിങ് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് വാർഡ്രോബ് കൂടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ സ്റ്റെയറിലോട്ട് കിടക്കാം. സ്റ്റെയറിൽ വരുമ്പോൾ സ്റ്റെയറിൻ്റെ ഈ ഒരു വാളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ്. വുഡൻ റൈലും ടെഫൺ ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീടും വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വീട് വെക്കുന്ന കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് മുബഷിറ ഫാറൂഖ്.